ലയയുടെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്കുണ്ടെങ്കിൽ യദുവെന്ന് പറഞ്ഞാൽ അവൻ്റെ സൈഡിൽ നിന്ന് എന്തുവാണ് സംഭവിച്ചെന്നുള്ളത് പറഞ്ഞുകൊണ്ടൊക്കെ ആയിരുന്നു. അത് ആ സമയത്തുണ്ടെങ്കിൽ ആ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നത്. ഒരുപാട് വട്ടമുണ്ട് ഈ പെൺകുട്ടിയെ വിളിച്ച് ചീത്ത വിളിച്ചെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതുള്ളത് തന്നെയാണ്. പക്ഷേ അതല്ലാതെ പല വീഡിയോസിൻ്റെ കമൻറ്റിലുണ്ടെങ്കിൽ അവൻ അങ്ങനെ കമൻ്റ് ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ടെങ്കിൽ വേറെ ആരോ ഇട്ടത് തൻ്റെ പേരിൽ വന്നെന്നുള്ള രീതിയിലായിരുന്നു അവൻ പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ ഉള്ളതാണോ അല്ലാത്തതാണോ നമുക്കറിയത്തില്ല. ഇപ്പോൾ ആൾക്കാർ ന്യായീകരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറയുന്നുണ്ടായിരിക്കും. പക്ഷേ എന്തെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി ഇതേ കണക്ക് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ ചീത്ത വിളിക്കുക, അതിന് ശേഷം ഉണ്ടെങ്കിൽ തന്നോട് ക്ഷമിക്കണം, കേസ് കൊടുക്കരുത് എന്നുള്ള രീതി വന്ന് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ വിടുമെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ട്. അത് കാരണമാണ് ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് ബോഡി ഷേമിങ് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇത് കണക്ക് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തമാശയ്ക്ക് പറഞ്ഞില്ലയോ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നതെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്. തമാശയ്ക്ക് അതോടെ തന്നെ സീരിയസ് ആയിട്ട് ഒരാളെ തെറി വിളിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് എണ്ണമുണ്ട്. ഈ ഒരു കാര്യത്തിലുണ്ടെങ്കിൽ ഇത് കണക്ക് അവനെ പോലത്തുള്ള ആൾക്കാരെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടെങ്കിൽ അവനെ പോലത്തുള്ള ആൾക്കാർ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഒരുപാട് സ്ത്രീയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള മോശമുള്ള അനുഭവം ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ യുവമാരെ പോലത്തുള്ളവന്മാർക്കുണ്ടെങ്കിൽ ഇനി ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം പോലും ഉണ്ടാവരുത്. അതിന് വേണ്ടിയുള്ള നിയമ നടപടി തീർച്ചയായിട്ടും എടുക്കേണ്ടത് തന്നെയാണ്.